ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ 2 ദിവസമായിട്ട് ഇവിടെ നല്ല മഴയായിരുന്നു കേട്ടോ. തോരാത്ത മഴയായിരുന്നു, രാവിലെ തൊട്ട് വൈകുന്നേരം വരെയും മഴയായിരുന്നു. അപ്പം സ്കൂളിനൊക്കെ ഇവിടെ അവധി കൊടുത്തിരിക്കുകയാണ്. ഈ വർഷം ഇവിടെ മഴ കുറവായിരിക്കും, വെള്ളത്തിനൊക്കെ നല്ല ഷോർട്ടേജ് ഉണ്ടാകും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ 2 ദിവസം നല്ല മഴയായത് കാരണം ഞങ്ങൾ പറയുന്നുണ്ടായിരുന്നു ഡാമൊക്കെ നിറഞ്ഞു കാണുമെന്ന്. പക്ഷെ നമുക്കറിയില്ല എന്താണ് അവസ്ഥയെന്നൊന്നും. ഡാമിലൊക്കെ ഒരുപാട് വെള്ളം കുറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇന്ന് മഴ പെയ്തപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് നമുക്ക് വൈകുന്നേരം കഴിക്കാൻ കുറച്ച് സ്നാക്സ് ഉണ്ടാക്കാം. ഞാൻ സ്ഥിരമായിട്ട് എള്ളുണ്ട ഉണ്ടാക്കി കഴിക്കാറുണ്ട്. അപ്പം ഞാനിന്ന് വിചാരിച്ച് കുറച്ച് എള്ളൊക്കെ വറുത്ത് ഒരു പലഹാരം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. തീർന്നു പോകുമ്പം ഉടനെ തന്നെ ഒന്നും ചെയ്യാറില്ല, ചിലപ്പോൾ ഒരാഴ്ചത്തേക്ക് ഗ്യാപ്പൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പം കണ്ടിന്യൂ നമ്മൾ കഴിക്കാറില്ല. എന്നാലും ഞാൻ തണുപ്പ് സമയത്തും മഴ സമയത്തും നമ്മുടെ എള്ളുണ്ട ഇങ്ങനെ മിക്കവാറും ഉണ്ടാക്കി വെച്ച് കഴിക്കാറുണ്ട്. ചൂട് സമയത്ത് അങ്ങനെ കഴിക്കാറില്ല അത്. അപ്പോൾ ഇന്ന് അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മഴയത്തൊരു ചായയും ഒരു കാപ്പി ഇട്ട് കുടിച്ച് എള്ളുണ്ടയും കഴിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. മഴ ഇങ്ങനെ കണ്ടിന്യൂ പെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കുട്ടികളെക്കുറിച്ചാണ് കേട്ടോ. ഒരു 10-12 വയസ്സിനുള്ള ഇടയിലുള്ള കുട്ടികളുടെ കാര്യം ഞാൻ ആദ്യം പറയാം. അപ്പം നമ്മൾ കുഞ്ഞുങ്ങളെ നല്ല കോൺഫിഡൻസ് ആയിട്ട് തന്നെയാണ് വളർത്തേണ്ടത്. അവർക്ക് നല്ല ആത്മവിശ്വാസം കൊടുക്കണം. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും എല്ലാത്തിനും നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കുക തന്നെ വേണം. പക്ഷേ ചില സമയത്ത് ഈ കുഞ്ഞു കുട്ടികൾ മുതിർന്നവരോട് സംസാരിക്കുന്ന രീതി പല കുട്ടികളുടെയും ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ അവർ തെറ്റായ രീതിയിൽ സംസാരിച്ചാൽ പോലും ചില അച്ഛനമ്മമാർ അവരെ തിരുത്താറില്ല. അത് കണ്ട് ആസ്വദിക്കാറാണ് പതിവ്. പക്ഷേ അത് തെറ്റായ രീതിയാണ്. എല്ലാത്തിനും അഭിപ്രായം പറയാനുള്ളതും എല്ലാ കാര്യങ്ങൾക്കും നല്ല സ്വന്തമായിട്ടൊരു അഭിപ്രായം പറയാനുള്ള ഒരു അവസരം കൊടുക്കുന്നത് നല്ലതാണ്. പക്ഷേ അത് ഓവറാകരുതെന്ന് എനിക്ക് തോന്നാറുണ്ട്. ചില കുട്ടികളുണ്ട്, എന്താണ് സംസാരിക്കേണ്ടതെന്ന് അറിയാൻ വയ്യാതെ പോലും പല കാര്യങ്ങൾ ഇപ്പം മുതിർന്നവർ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ കയറി ആവശ്യമില്ലാത്ത കമൻറ്റുകളൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അതൊക്കെ നമ്മൾ ഒരു പരിധി വരെ അവരെ നിയന്ത്രിക്കണം. കുറച്ചൊക്കെ ആകാം, പക്ഷേ അതിന് ഒരുപാട് അങ്ങ് സ്വാതന്ത്ര്യം കൊടുക്കരുത്. കുഞ്ഞുങ്ങൾ പറയേണ്ട കാര്യങ്ങൾ മാത്രമേ അവരെ പറയാൻ അനുവദിക്കാവുള്ളൂ. ഇപ്പോൾ നമ്മുടെ തന്നെ ഒരു കുടുംബത്തിൽ ഏതെങ്കിലും ഒരു ഫാമിലിയിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായല്ലോ. അപ്പോൾ ഒരു ഭാര്യ ഭർത്താവ് തമ്മിലുള്ള എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായി. അപ്പോൾ അത് അച്ഛനമ്മമാരോ അല്ലെ മുതിർന്നവരോ സംസാരിക്കുന്നതിനിടയ്ക്ക് കയറി അതിനുള്ള അഭിപ്രായങ്ങൾ പറയാനുള്ള അതൊന്നും കുട്ടികളുടെ ആ ഏജിനുള്ള ആയിട്ടില്ല. അപ്പോൾ അവരെ അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ പറയാൻ അനുവദിക്കുകയും ചെയ്യരുത്. ആ സമയത്ത് അവർ ഇങ്ങനെയുള്ള സംസാരങ്ങളിൽ അവർ ഒഴിവാക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. ഒന്നും അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ കയറി അഭിപ്രായം പറയുകയും എന്തോ ഞാൻ വലിയ ആളാണെന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന കുറേ കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള സംസാരങ്ങളും കൂടുതലും പേരൻസാണ് ഒഴിവാക്കേണ്ടത്. അവരുടെ മുൻപിൽ അങ്ങനെയുള്ള സംസാരങ്ങൾ ഒഴിവാക്കുകയും വേണം. അവരെ അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ പറയാൻ അനുവദിക്കുകയും ചെയ്യരുത്. അല്ലെങ്കിൽ അഥവാ എന്തെങ്കിലും തെറ്റായിട്ടാണ് അവർ പറയുന്നതെങ്കിൽ അവരെ അപ്പോൾ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് തിരുത്തുകയും വേണം. അപ്പം നമ്മളവരെ ഇടപെടാൻ അനുവദിക്കാതിരിക്കുക എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. അവർ കുറച്ചുകൂടെ മുതിർന്ന അപ്പം 10, 17, 18, 20, 22 ആ വയസ്സിലുള്ളവർക്ക് നമുക്ക് അഭിപ്രായം പറയാനും അവരുടെ തീരുമാനങ്ങൾ നമ്മളോട് സംസാരിക്കാനും ഷെയർ ചെയ്യാനും ഒക്കെ ഉള്ള ഒരു നല്ല കാര്യം തന്നെയാണ്. അവർ ജീവിതത്തെ പഠിക്കാനും അവർക്ക് മനസ്സിലാക്കാനും ഒക്കെ കഴിയും. പക്ഷേ ഞാൻ ആ ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളുടെ കാര്യമല്ല പറയുന്നത്, അതിൽ ചെറിയ കുട്ടികൾ. അപ്പം അവർ ഈ അച്ഛനമ്മമാരുടെയും നമ്മുടെ കുടുംബാംഗങ്ങളുടെയൊക്കെ മുമ്പിൽ വലിയ ഓവർ സ്മാർട്ടാകാൻ ഇങ്ങനെ ഓരോന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതിനെ കൂടുതലും നിരുത്സാഹപ്പെടുത്തണം.